സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് വളരെ അധികം ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. കേജ്രിവാളിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് വന്ന ചോദ്യങ്ങളുമൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ അതിൻ്റെ ഒരു സ്വാധീനം ഈ കേവലം ഡൽഹിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇന്ത്യ ഒട്ടാകുണ്ട്. പ്രത്യേകിച്ച് യു പിയിൽ, പഞ്ചാബിൽ, ഹരിയാന പരിസര പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യ മുഴുവൻ അത് വൈകാരികമായ ഒരു വിഷയമായി ഉയർന്ന് വന്നതാണ്. കേജ്രിവാൾ അത്ര വലിയൊരു അഴിമതിക്കാരൻ അങ്ങനൊന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലില്ല, ഒരിക്കലുമില്ല. പിന്നെ അദ്ദേഹത്തോട് ചെയ്തത് വളരെ കൂടുതലാണ് എന്ന ആവറേജ് ആളുകളുടെ മുഴുവൻ ഒരു വികാരമുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംഭവിച്ച കേജ്രിവാളിന് ഫ്രീയായ ഈ സംഭവം, ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും. മാത്രമല്ല, ഇന്ത്യൻ നീതിപീഠം, ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരികയാണ്. കാരണം മറ്റെവിടെ പോകാനാ നീതിക്ക്? കേജ്രിവാളിനോട് ചെയ്തത് വളരെ ക്രൂരമായി പോയി എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയതാണ്. ഒരുപക്ഷെ നിഷ്പക്ഷമായി പറഞ്ഞാൽ മുഴുവൻ ലോകവും വിലയിരുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജാമ്യം കിട്ടിയത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. ഈ ജാമ്യം കിട്ടുന്ന അവസാന നിമിഷം പോലെ ഇ ഡി ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു. മാത്രമല്ല, അപ്രതീക്ഷിതമായി ഇ ഡി കേസിൽ കുറ്റപത്രം അടക്കം സമർപ്പിച്ചിരുന്നു കേജ്രിവാളിന്. അതിന് മറികടന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു ജാമ്യം നൽകിയിരിക്കുന്നത്. ഒരു ഇ ഡിയുടെ സമീപനം സുപ്രീം കോടതിയുടെ സമീപനം രണ്ടും കൂടി വ്യക്തമാക്കുന്ന ഒരു വിധേയ പോയിട്ടുണ്ട്. അതെ, അതാണ് സാധാരണ ഗതിയിൽ അങ്ങനെ ചെയ്താൽ കേജ്രിവാൾ അവിടെ കിടന്നുകൊള്ളും എന്നാണ് കരുതിയിട്ടുണ്ടാവുക. പക്ഷേ നീതിക്ക് വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു. അതാണിപ്പോൾ വളരെ എന്താ പറയുക, അസാധാരണമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെയും പിന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ, കേജ്രിവാൾ ഒരു അഴിമതിക്കാരനാണോ എന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉണ്ടായിരുന്നു. അങ്ങനെയല്ല എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ നീതി കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നീതിപീഠം ഇടപെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ 4 ഘട്ടങ്ങൾ കൂടി ശേഷിക്കുകയാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും ആവേശം വിതർന്ന നേതാവായിട്ട് ഇനിയിപ്പം കേജ്രിവാളായിരിക്കുമോ മാറുന്നത്? വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ചുകൂടായില്ല. കാരണം പീഡിതരോടാണല്ലോ എപ്പോഴും ജനങ്ങളുടെ ഒരാഭിമുഖ്യം. അല്ലാതെ ഈ ജനങ്ങളെ അങ്ങേയറ്റം ഭിന്നിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന പ്രചരണ മാർഗങ്ങൾ സ്വീകരിക്കുന്ന BJP വാസ്തവത്തിൽ അവരുടെ തോൽവിക്കാക്കം കൂട്ടുകയാണ്. കാരണം അവരുടെ തോൽവി ഭയന്നിട്ടാണ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുഴുത്ത വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് സാധാരണക്കാർ പോലും ആ പ്രചരണ രീതിയെ വിലയിരുത്തുന്നത്. അവിടെയാണ് കേജ്രിവാളിൻ്റെ രംഗപ്രവേശം ഉണ്ടാവുക. തീർച്ചയായും ഡബിൾ ഇഫക്റ്റ് ആവും. അല്ലെങ്കിൽ തന്നെ BJP തോൽക്കാൻ പോകുന്നു എന്നൊരു ഇംപ്രഷൻ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും എന്ന ഒരു ഇംപ്രഷൻ നിലനിൽക്കുകയാണ്. അവിടെയാണ് ഒരു ധീര പോരാളിയായി കേജ്രിവാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിലൊരു വ്യത്യസ്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ആവേശത്തോടു കൂടി ഉണ്ടാവും എന്ന് വേണം കരുതാൻ. ഈ ആദ്യഘട്ടത്തിലൊക്കെ BJP ഏകപക്ഷീയമായി ഭരണം പിടിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലായിരുന്നു പ്രചാരണമുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് വലിയ വ്യത്യാസം വന്നിരിക്കുന്നു, ഒരു ഫൈറ്റിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വരുന്ന ഘട്ടം കൂടി ആകുമ്പോൾ വലിയ പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ ഓരോ ദിവസവും കൂടി വരികയാണ്. ശ്രീ രാഹുൽ ഗാന്ധി അത് വിലയിരുത്തി വളരെ നല്ല ഭാഷയിൽ, അതേപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടാവുമ്പോൾ ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി ജയിച്ചാൽ എന്ത് ചെയ്യും സാധാരണക്കാർക്ക് വേണ്ടി എന്നാണ് അദ്ദേഹം കൂടുതൽ പറയുന്നത്. അപ്പോൾ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും ഒരു ഔട്ട് ഗോയിങ് മുന്നണി അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് പാർട്ടി പറയുന്നതാണ് BJP ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അധികാരത്തിലേക്ക് വരുന്ന പാർട്ടിയുടെ മുന്നണിയുടെ നേതാവ് പറയുന്നതാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ സൗത്ത് ഇന്ത്യയിൽ
ഓരോ സംസ്ഥാനം എടുത്ത് നോക്കുകയാണെങ്കിലും ബി ജെ പിക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. പിന്നെ കിട്ടേണ്ട സംസ്ഥാനങ്ങളിൽ അവർ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന പൊളിറ്റിക്കൽ ഇഷ്യൂ പലതും ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ ഇഷ്യൂ ആയി മാറി. നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പൗരത്വ പ്രശ്നം, ക്ഷേത്ര പ്രശ്നം, ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. അതൊന്നും പേശുന്നില്ലല്ലോ. ഏശാത്തപ്പോഴാണ് മുഴുത്ത വർഗീയത പറയാൻ തുടങ്ങിയത്. ഈ മറ്റൊരു കാര്യം, ഈ റായ്ബറേലി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വയനാട് വീണ്ടും ലീഗ് 3-ാം സീറ്റ് എന്ന ആവശ്യവുമായിട്ട് വരാൻ സാധ്യതയുണ്ടോ? ഈ ഓണത്തിൻ്റെ ഇടയിൽ ഇതല്ല ഇത് അതിപ്പോൾ പറയേണ്ട കാര്യമല്ലല്ലോ. ഇത് വല്ലത് നമുക്കിവിടെ തീരുമാനിക്കാവുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുകയും ചെയ്തു. ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കണം, അതുപോലെ മതേതരത്വം ഉയർത്തിപ്പിടിക്കണം. അതിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങൾ അതൊന്നും ഒരു പ്രസക്തിയില്ല. അതൊക്കെ വരുമ്പോൾ സംസാരിക്കാം, അത്രയേ ഉള്ളൂ. ഈ തീരുമാനം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമാണല്ലോ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനെടുത്തത്. അത് ശരിക്കും തിരിഞ്ഞു കൊത്തിയോ? തിരിഞ്ഞു കൊത്തി. അത് തന്നെയാണ് ഉണ്ടായത്. ഇത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എല്ലാവരും ഇദ്ദേഹം ഒരു അഴിമതിക്കെതിരായി വന്നു, എന്നിട്ട് അഴിമതി ചെയ്ത ആൾ എന്നുള്ള നിലക്ക് അങ്ങനെ അങ്ങ് കൂടും എന്നാണ് അവർ കരുതിയത്. പക്ഷേ സംഗതി നേരെ തിരിച്ചാണ്ടായത്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, നല്ല ഒരു പോപ്പുലറായ ഭരണാധികാരിയെ ബലമായി പിടിച്ച് അകത്തിട്ട പോലെയായി. അതുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അവർക്ക് വലിയ തിരിച്ചടിയായി വന്നിരിക്കുകയാണ് ഇപ്പോൾ. അത് തിരിഞ്ഞു കൊത്തി, യാതൊരു സംശയവുമില്ല.